വിഷയമാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വാർത്താ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. മലപ്പുറത്ത് വീണ്ടും ശൈശവ വിവാഹത്തിന് നീക്കം. വരനും വരന്റെ കുടുംബവും വധുവിന്റെ കുടുംബവും ഉൾപ്പെടെ അതിന് ചടങ്ങിന് നേതൃത്വം നൽകാനെത്തിയ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തു എന്നാണ് വിവരം. പല ആളുകളും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനീ ആയിഷ കല്യാണം ഇങ്ങനെ വിമർശിക്കുന്നത്? കേവലമായിട്ടുള്ള ഒരു ലൈംഗിക വിമർശനം അല്ലെങ്കിൽ വൈകൃതം എന്ന് ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഞാൻ പരമാവധി ആയിഷ കല്യാണം എന്നല്ല, മുഹമ്മദിന്റെ ഒരു വിവാഹത്തെയും ഞാൻ വിമർശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾക്ക് തെളിവുണ്ടാക്കാനല്ല. അതിന് പകരം ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തത് എന്ന് പറയപ്പെടുന്ന നിയമം എല്ലാ കാലത്തും എല്ലാ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഏറ്റവും ഉത്തമമായ മാതൃകയാക്കേണ്ട ഒരു ജീവിത പദ്ധതി എന്ന രീതിയിൽ അവരവകാശപ്പെടുന്ന, കൊണ്ടു നടക്കുന്ന, കുട്ടിഘോഷിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിട്ടുള്ള ആളുടെ വൈകൃതമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആസക്തിയോ എന്തോ ആവട്ടെ, ഇനി അതല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയമോ എന്തോ ആവട്ടെ, എന്തിന്റെ പേരിലും അദ്ദേഹം കാട്ടിക്കൂട്ടിയ ഈ കോപ്രായങ്ങളൊക്കെ മാതൃകയാക്കാവുന്നതാണ് എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ അത് മാതൃകയാക്കാൻ ശ്രമിക്കുമ്പോൾ കാലം മുന്നോട്ട് പോകുന്നതിലൂടെ മനുഷ്യർ ആർജിച്ചിട്ടുള്ള അറിവുകളും സാംസ്കാരികമായിട്ടുള്ള ഉന്നതിയും ശാസ്ത്രീയമായിട്ടുള്ള പുരോഗതിയും വിദ്യാഭ്യാസ മികവും അറിവും ഇതൊന്നും പരിഗണിക്കാതെ സാമൂഹികമായിട്ടുള്ള അവബോധവും മനുഷ്യരെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഇതൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാതെ ആ 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ എന്ത് പറഞ്ഞു എന്ന് നോക്കി ഇപ്പോഴും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, പുറത്ത് കാണിക്കാൻ പറ്റാത്ത മതനിയമങ്ങൾ പോലും ഒളിച്ചും പാത്തും ഒപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അതിന്റെ ദുരന്തമാണ് ഇത്തരം വാർത്തകളായിട്ട് നമ്മൾ പുറത്തു വരുന്നത്. വിവാഹപ്രായം 18 നിജപ്പെടുത്തിയതിനു ശേഷവും ഇഷ്ടം പോലെ ആളുകൾ 18 ആവുന്നതിന് തൊട്ട് മുൻപ് നിക്കാഹ് നടത്തുക. 16 വയസ്സിലും 17 വയസ്സിലും 15 വയസ്സിലും ഒക്കെ നിക്കാഹ് നടത്തിയിരുന്നു, കല്യാണം കഴിഞ്ഞിരുന്നു. നിയമം വന്നതിന് ശേഷവും ഒളിച്ചും പാത്തുള്ള അങ്ങനെ കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെ വലിയൊരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ, ഒരു പരിധിവരെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പെൺകുട്ടികളുടെ സ്വയം നിർണയാവകാശത്തിനൊക്കെ അനുകൂലമായ ചിന്ത, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മക്കൾ സ്വതന്ത്രമായി ജീവിക്കണമെന്ന ആഗ്രഹം, അവരുടെ മക്കളുടെ അവകാശങ്ങളെ കുറിച്ചുള്ള അവബോധം, ഇതൊക്കെ കൊണ്ട് പിന്നെ തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള പരിമിതികൾ, ഇതെല്ലാം കൊണ്ട് കാലക്രമേണ ബാലവിവാഹവും ശൈശവവിവാഹവും ഒക്കെ ഒരു 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 ശരിയല്ല എന്നൊരു ചിന്ത മുസ്ലിം സമൂഹത്തിനകത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനിടയിലും ഇത്തരം വാർത്തകൾ വരുമ്പോൾ അതിന്റെ കാരണം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ 10 വയസ്സോ 12 വയസ്സോ ഉള്ള ഒരു കുട്ടീനെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടി ആ കുട്ടിയുടെ രക്ഷിതാവ് തീരുമാനിക്കുകയും അതിന് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പള്ളി കമ്മിറ്റി തയ്യാറാവുകയും കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു മുസ്ലിം പയ്യൻ തയ്യാറായി വരികയും അയാളുടെ വീട്ടുകാർ അതിന് അകമ്പടി സേവിക്കുകയും സാക്ഷി ഒപ്പിടാൻ വേണ്ടി ആൾക്കാർ ഒരുങ്ങി വരികയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കേസുകളിൽ 1-ാം പ്രതി മുഹമ്മദാണ് എന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് മുസ്ലിം സമൂഹം പൊതുവിൽ ഇത്തരം കാര്യങ്ങൾ കാലക്രമേണ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പുരോഗമിച്ച് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനനുസരിച്ച് ജീവിതം പരുവപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ പോലും അതിന് തയ്യാറാവാത്ത ചില ആളുകളുടെ മനോനില എന്തുകൊണ്ടുണ്ടാവുന്നു? അത് മുഹമ്മദാണ് പ്രേരണ. ഇത്തരം കല്യാണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിവാഹങ്ങൾ, കുട്ടികളോടുള്ള ക്രൂരതകൾ, ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നു മതം എന്ന മതനിയമത്തിന്റെ തെളിവെന്താണ്? മുഹമ്മദ് നബി ആയിഷനെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളിൽ 1-ാം പ്രതി ആക്കി കേസെടുക്കേണ്ടത് ശരിക്കും മുഹമ്മദിനെയാണ്. മുഹമ്മദ് നബി ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ കാന്തപുരത്തിനെയും ഇത്തരം സംഭവങ്ങളിൽ പ്രതി ചേർക്കാവുന്നതാണ്. എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ആദ്യം നമുക്ക് ആ വാർത്തയുടെ ഒരു ചെറിയ ശകലം കേൾക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് പറയാം. മലപ്പുറത്ത് വീണ്ടും ശൈശവ വിവാഹത്തിന് നീക്കം. 14 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം നടന്നത് ഇന്നലെയാണ്. പെൺകുട്ടിയുടെ വീട്ടുകാർക്കും വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചയാളുടെ വീട്ടുകാർക്കുമെതിരെ കാടാമ്പുഴ പോലീസ് കേസെടുത്തു. കുട്ടിയെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. അപ്പൊ ഇതാണ് സംഭവം. കാടാമ്പുഴയിലാണ് സംഭവം നടന്നിട്ടുള്ളത്. കുട്ടിയെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം ഏറ്റെടുത്തു, കേസെടുത്തിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറായി വന്നവർക്കെതിരെ. ഇപ്പൊ ഇതിലൊക്കെ പറയുന്നത് കല്യാണ നിശ്ചയം എന്നാണ് കേട്ടോ. കല്യാണ നിശ്ചയമല്ല, ഇത് നിക്കാഹിനുള്ള ശ്രമമോ നിക്കാഹ് എന്ന പരിപാടിയോ ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ദൃഷ്ട്യ കല്യാണം തന്നെയാണ് നടക്കാൻ പോയിരുന്നത്. അതിന്റെ കാരണങ്ങൾ ഞാൻ പറയാം. പിന്നെ നമുക്ക് ബാക്കി അത് റിപ്പോർട്ടർ പറയുന്ന ഭാഗം കൂടി ഒന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് വരാം.
14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെയാണ് വിവാഹം ചെയ്തയക്കാൻ തീരുമാനിക്കുക മാത്രമല്ല അതിന്റെ വിവാഹ നിശ്ചയ ചടങ്ങും നടന്നു. ആ ചടങ്ങ് നടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. അതേ തുടർന്ന് കാടാമ്പുഴ SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അവിടെ എത്തുകയും ഈ സംഭവത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രായപൂർത്തിയായ ആളാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെത്തിയിട്ടുള്ളത്. അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വിവാഹത്തിൽ പങ്കെടുത്ത 10 പേർക്കെതിരെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്ത 10 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം ഈ പ്രതിസുദ്ധ വരന്റെ വീട്ടുകാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് വെച്ചാൽ വിവാഹ നിശ്ചയം എന്നാണ്. വിവാഹ നിശ്ചയം അല്ല, വിവാഹം തന്നെയാണ്. അതായത് നിക്കാഹിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും നിക്കാഹിന് വേണ്ടി തയ്യാറെടുക്കുകയും നിക്കാഹിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് കല്യാണ നിശ്ചയത്തിന് ഒന്ന് പെണ്ണിന്റെ വീട്ടിലേക്ക് ചെറുക്കനും കൂട്ടരും ഒരുങ്ങി വരുന്ന കാര്യമില്ല. സാധാരണഗതിയിൽ മുതിർന്ന ആളുകൾ ഒന്നുകിൽ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ പോയിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് നിശ്ചയം നടത്തും. അതിൽ സാധാരണഗതിയിൽ ഈ പെണ്ണും ചെറുക്കനും നേരിട്ട് പങ്കെടുക്കാറില്ല. പ്രത്യേകിച്ച് പയ്യൻ നേരിട്ട് പങ്കെടുക്കുന്ന നിശ്ചയ ചടങ്ങുകൾ ഇല്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. എന്തായാലും നിക്കാഹിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ കൂട്ടുകയും നിക്കാഹിന് വേണ്ടി ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. കല്യാണത്തിന് വേണ്ടി ശ്രമം നടത്തി കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ച രക്ഷിതാക്കൾ, അതേപോലെ തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറായി വന്ന പുതുമണവാളൻ, അതേപോലെ അതിനുവേണ്ടി ഒരുക്കങ്ങൾക്ക് കൂടെ നിന്ന അല്ലെങ്കിൽ സാക്ഷ്യപ്പെടാനൊക്കെ വന്ന ബന്ധുമിത്രാദികളും ഇത് നടത്തി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച മൊയ്ലിയാരും സംഘവും ഉൾപ്പെടെ എല്ലാവർക്കെതിരെയും പോലീസ് കേസെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി കേസ് എത്രത്തോളം മുന്നോട്ട് പോകും, കേസിന്റെ വഴി എന്തായിരിക്കും, ഗതി എന്തായിരിക്കും എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നിങ്ങൾ ആലോചിക്കും, ആ കുട്ടിയുടെ കുടുംബത്തിൽ ആ കുട്ടിയുടെ വീട്ടിൽ പോലും സുരക്ഷിത അല്ലാത്തൊരവസ്ഥ, ആ കുട്ടിയുടെ വീട്ടിൽ നിൽക്കാൻ പോലും ഇനി ചിലപ്പോൾ നിയമപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനമാവുന്നത് വരെ എന്തിനാണ് രക്ഷിതാക്കൾ ഇങ്ങനെ കുട്ടികളോട് കൊടും ക്രൂരത ചെയ്യുന്നത് എന്ന് ഓരോ രക്ഷിതാവും ആലോചിക്കുക. സ്വന്തം മക്കളെ എന്തിനാണ് ഇതുപോലെയുള്ള ക്രൂരത കാണിക്കുന്നത്? പഠിക്കുന്ന കുട്ടികളാണ്, 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, 8ലും 9ലൊക്കെ പഠിക്കുന്ന കുട്ടികളെ കല്യാണം കഴിപ്പിക്കുക എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ സ്ഥിരമായിരുന്നു, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു. അപ്പോ ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്, ഇതിൽ 1ാം പ്രതി മുഹമ്മദാണ്, 2ാം പ്രതി AP അബൂക്കർ മുസ്ലിയാരാണ്. എന്തുകൊണ്ട്? വിവാഹപ്രായം 18 ആക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് AP അബൂക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിൽ തന്നെ ഉണ്ടായിരുന്നു ആ ലിങ്ക്. പക്ഷെ കുറച്ചായിട്ട് അതിന്റെ പൂർണ്ണ രൂപമില്ല, അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിലൊരു 20 സെക്കൻഡോ 15 സെക്കൻഡോ 20 സെക്കൻഡോ അടങ്ങുന്ന ഒരു ഭാഗം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഭാഗം ഞാൻ നിങ്ങളിന്ന് കേൾപ്പിക്കാം. അതായത് വിവാഹപ്രായം 18 ആക്കാൻ പറ്റൂല, 16ഓ 15ഓ ഒക്കെ തന്നെ ആയാൽ ധാരാളമാണ്. എന്തുകൊണ്ടാണ് എന്ന് ഉസ്താദ് പറയുന്നത് ഒന്ന് നിങ്ങൾ കേട്ടു. ആ വിദ്യാർത്ഥിനികൾക്ക് അവരുടെ സദാചാരം നിലനിർത്താനും മറ്റ് വഴികൾ ചിന്തിക്കാതിരിക്കാനും വിവാഹം നടത്തുന്നത് നന്നായിരിക്കുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇല്ല എന്നുള്ള അഭിപ്രായക്കാരുണ്ടാവും. ഞങ്ങളാരെയും ചോദ്യം ചെയ്യുന്നില്ല, ഗവൺമെന്റിന്റെ നിയമത്തെയും ചോദ്യം ചെയ്യുന്നില്ല. ഈ മഹാൻ അത്തരം നിരവധി സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പെൺകുട്ടികൾ തെറ്റിപ്പോകാതിരിക്കാൻ, അതേപോലെ അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായിട്ടുള്ള പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തിയിട്ടുള്ള മൃഗങ്ങൾ എന്നോട് ക്ഷമിക്കണം, അങ്ങേയറ്റം അധിക്ഷേപാർഹമായിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട്. പീഡനത്തിനിരയായി, മദ്രസയിൽ പീഡനത്തിനിരയായ കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ പ്രശ്നം കൊണ്ടാണ് ഉസ്താദുമാർ പീഡിപ്പിച്ചതെന്ന് വരെ പ്രസംഗിച്ച മൊയ്ലിയമാര് ഈ ചങ്ങാതിന്റെ അനുയായി വൃന്ദത്തിലുണ്ട് കേട്ടോ ഉസ്താദുമാരിൽ. ഇദ്ദേഹം പറയുന്നത് ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ കെട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ സദാചാരത്തിന് ഭംഗം പറ്റും, അല്ലെങ്കിൽ മറ്റു വഴികൾ തേടും എന്നാണ്. ഇനി വേറെ ഒരു ഉസ്താദ്, ചെറിയ ഉസ്താദ്, ഇദ്ദേഹത്തിനെ പോലത്തെ വലിയ മുതിർന്ന ഉസ്താദല്ല, ചെറിയ ഉസ്താദ്, അതായത് വലിയ ഉസ്താദുമാർ മുതൽ ചെറിയ ഉസ്താദുമാർ വരെ പറയുന്ന ഒരേ അഭിപ്രായം, വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രായവുമായി ബന്ധപ്പെട്ടൊക്കെ ഇവർ പറയുന്ന ഒരു വാദഗതി കുറച്ച് വിശദമായിട്ട് നമുക്കൊരു ചെറിയ ഉസ്താദിന്റെ തൊള്ളിൽ നിന്ന് കേൾക്കാം. പ്രവാചകൻ പറയുകയാണ്, എപ്പോഴാണ് വിവാഹം ചെയ്യേണ്ടത്, എപ്പോഴാണ് ഒരാൾ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്, സമൂഹത്തിൽ മാറേണ്ട അടിസ്ഥാനപരമായ ചിന്താഗതിയാണിത്. അതെ, സമൂഹത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് മാറേണ്ട അടിസ്ഥാന ചിന്താഗതിയാണ് എപ്പോഴാണ് കല്യാണം കഴിക്കേണ്ടത്. ഉസ്താദ് പറഞ്ഞുതരും എപ്പോഴാണ്, അതിന്റെ കാരണം എന്താണെന്നൊക്കെ ഉസ്താദ് പറഞ്ഞുതരും കേട്ടോ. പലപ്പോഴും നമ്മളൊക്കെ പറയാറുള്ളത്, നമ്മുടെയൊക്കെ കുടുംബത്തിൽ വിവാഹം നടക്കാറുള്ളത്, പെൺകുട്ടികളാണെങ്കിൽ നേരത്തെ ഉണ്ടായ ഗതി ചിന്താഗതി മാറി. ഇപ്പോ 20, 18 കഴിഞ്ഞതിന് ശേഷമേ വിവാഹത്തെ കുറിച്ച് പലരും ആചോദിക്കുക പോലും ചെയ്യാറുള്ളൂ. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ, ഒരു മിനിറ്റ്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഭാഗത്ത് പറയും, എന്ത് കാര്യം ഞാൻ പറയണത് ഇതിലെ 1ാം പ്രതി മുഹമ്മദ് ആണെന്ന് ഞാൻ വെറുതെ പറയണല്ല. ഇപ്പൊ ഇദ്ദേഹം പറയണത് അടിസ്ഥാനപരമായിട്ട് നമുക്കൊക്കെ മാറേണ്ട ചിന്താഗതി, കുട്ടികളെ 18 വയസ്സ് 20 വയസ്സുമായിട്ട് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് കെട്ടിക്കൊള്ളൂ എന്നുള്ള ചിന്താഗതി അടിസ്ഥാനപരമായി മാറേണ്ട ഒരു ചിന്താഗതിയാണ്.
എന്തുകൊണ്ട്? കാരണം മുഹമ്മദ് നബി മുസ്തഫ. കേട്ടോളി, ഇനി മുഹമ്മദ് നബി മുസ്തഫ എന്താ പറയണത് അതൊന്ന് കേൾക്കാം. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാതാപിതാക്കൾ വിവാഹം വൈകിച്ചത് കാരണം ഏതെങ്കിലും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായാൽ ആ തെറ്റിന് മാതാപിതാക്കൾ പങ്കുവഹിക്കേണ്ടി വരുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. ആരത് പറയുന്നത്? 6 വയസ്സുള്ള കുട്ടിയെ എനിക്ക് കെട്ടിച്ചു വരണം, ആ കുട്ടി എനിക്കുള്ളതാണെന്ന് പടച്ചോൻ പട്ടുതുണിയിൽ പൊതിഞ്ഞ് എന്നെ കിനാവ് കാണിച്ചിട്ടുണ്ട് എന്ന് സ്വന്തം സുഹൃത്തിനോട് പറഞ്ഞ മുഹമ്മദ് നബി മുസ്തഫ പറഞ്ഞാണ് പോലും പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിപ്പിച്ചില്ലെങ്കിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം രക്ഷിതാക്കളും കൂടി ഏൽപ്പിക്കേണ്ടി വരും. 6 വയസ്സുള്ള സ്വന്തം കൂട്ടുകാരന്റെ ആത്മമിത്രത്തിന്റെ കുഞ്ഞിനെ പട്ടുതുണിയിൽ പടച്ചോൻ എനിക്ക് കിനാവ് കാണിച്ചു തന്നു പൊന്നു കൂട്ടുകാരാ, അതുകൊണ്ട് എനിക്ക് അവളെ കെട്ടിച്ചു തരണം എന്ന് പറഞ്ഞ മഹാൻ പെൺകുട്ടികളുടെ ചാരിത്ര്യ ശുദ്ധി നഷ്ടപ്പെടും, അവര് തെറ്റുകളിലേക്ക് പോകും, അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ കെട്ടിക്കണം എന്നുള്ളതാണ്. മുഹമ്മദ് നബി മുസ്തഫാക്ക് കല്യാണത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധവും വിവരക്കേടും ആയിരുന്നു എന്ന് മുഹമ്മദ് നബിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട ഏത് നിയമം പരിശോധിച്ചാലും മനസ്സിലാവും. നമ്മൾ മഹറിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള 1-2 വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞു. മുഹമ്മദ് വിവാഹത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ച്, വിവാഹ ജീവിതത്തിലുള്ള സ്ത്രീകളെ കുറിച്ച്, ഇസ്ലാമിക കുടുംബ ജീവിതത്തിൽ സ്ത്രീകളെ എങ്ങനെയാണ് പരിഗണിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് മുഹമ്മദിന്റെ ഇസ്ലാമിലെ നിയമങ്ങൾ പരിശോധിച്ചാൽ എത്രമാത്രം നീതിരഹിതമായ, എത്രമാത്രം മ്ലേച്ഛമായ സംവിധാനമാണ് ഇസ്ലാമിക വിവാഹ നിയമങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് തന്നെയാണ് നേരത്തെ APJ അബൂബക്കർ മുസ്ലിം പറഞ്ഞത്, പെൺകുട്ടികളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവർ വഴിതെറ്റിപ്പോകും. മുഹമ്മദ് നബി പറഞ്ഞത് അതന്നെ. ആരത് പറയുന്നത്? 6 വയസ്സുള്ള കുട്ടീനെ പട്ടുതുണിയിൽ പടച്ചോൻ എനിക്ക് കിനാവ് കാണിച്ചു കെട്ടിച്ചു കൊണ്ട അബൂബക്കറെ എന്ന് പറഞ്ഞ ആള്. എന്ത് മാതൃകയാണ്! എന്നിട്ട് വിവാഹവുമായി ബന്ധപ്പെടുത്തിയിട്ട് പെണ്ണുങ്ങളെ അല്ലെങ്കിൽ സ്ത്രീകളെ, സ്ത്രീയും ഇസ്ലാമിലെ വിവാഹവും തമ്മിലുള്ള ആകെ ബന്ധം, സ്ത്രീയെ ഇസ്ലാം വിവാഹത്തിൽ പരിഗണിക്കുന്നത് പുരുഷന്റെ ലൈംഗിക ആവശ്യത്തിനുള്ള ഒരു ടൂളായിട്ട് മാത്രമാണ്. അത് നിങ്ങൾ ഇസ്ലാമിക വിവാഹ നിയമവുമായി ബന്ധപ്പെട്ട ഏത് കാര്യം എടുത്ത് പരിശോധിച്ചാലും മുഹമ്മദ് നബി കല്യാണത്തെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യവും, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് നബി ഒരു സംഘം നടന്നു വരുമ്പോൾ മുഹമ്മദ് നബിയുടെ ഒരു അനുചരൻ, ഒരു സഹാബി കല്യാണം കഴിഞ്ഞിട്ട് വരികയാണ്. പുള്ളിയുടെ കല്യാണം അടുത്തന്നെ കഴിഞ്ഞു, തൊട്ട മുൻപത്തെ ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പൊ മുഹമ്മദ് നബി ചോദിച്ചു, എന്താ കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന് അറിഞ്ഞു? ആ കല്യാണം കഴിഞ്ഞു. ഈ എങ്ങനെയാ കല്യാണം കഴിച്ചത്? വിധവയാണോ അതോ കന്യകയാണോ എന്ന് ചോദിച്ചു. അപ്പോ ഇയാൾ പറഞ്ഞു, ഞാൻ ഒരു വിധവയാണ് കല്യാണം കഴിച്ചത് നബിയെ. എന്ത് പണിയാജി കാണിച്ചത്? നിനക്കൊരു എന്താ പറയാ, കന്യകയെ വിവാഹം കഴിക്കാമായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കളിച്ച് രസിച്ച് ഉല്ലസിക്കാമായിരുന്നില്ലേ എന്നാണ് മുഹമ്മദ് ചോദിച്ചതായിട്ട് ഹദീസിൽ. അപ്പൊ കല്യാണത്തെ കുറിച്ച്, വിവാഹത്തെ കുറിച്ച്, ആ വ്യക്തി വിവാഹം കഴിക്കുമ്പോൾ ആ വ്യക്തി ആ വിവാഹത്തിന് പല കാര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടാവുമല്ലോ. പക്ഷെ മുഹമ്മദ് ആ വ്യക്തിയുടെ കല്യാണവുമായി ബന്ധപ്പെടുത്തിയിട്ട് ആകെ ചോദിച്ചത് എന്താ അറിയോ? എന്നാണ് എന്തായാലും പെണ്ണിട്ടാണ്, അനക്കൊരു കന്യകയായ ചെറിയ കുട്ടീനെ കെട്ടിക്കൂടായിരുന്നോ? എന്നാ എനിക്ക് കളിച്ച് രസിച്ച് ഉല്ലസിക്കാമായിരുന്നില്ലേ? ഇതാണ് മുഹമ്മദിന്റെ കല്യാണത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. മഹർ സംസാരിക്കുന്നിടത്തും ഇസ്ലാമിക വിവാഹ നിയമങ്ങൾ നമ്മൾ വിശദമായി സംസാരിക്കുന്നിടത്തും ഈ കാര്യങ്ങളിലൊക്കെയുള്ള മുഹമ്മദിന്റെ ചിന്താവൈകൃതങ്ങൾ ഇസ്ലാമിക ലോകത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക മത നിയമങ്ങളിൽ എങ്ങനെയാണ് അടിഞ്ഞുകൂടിയിട്ടുള്ളത് എന്നും അതിന്റെ ദുരനുഭവം ഇപ്പൊ മലപ്പുറത്ത് ഈ അനുഭവിക്കുന്ന ഈ പെൺകുട്ടിയെ പോലെ സമാനരായ എത്രയോ മനുഷ്യർ എത്രയോ കാലം അനുഭവിച്ചു എന്നും ഇനിയും എത്രയോ കാലം ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്ക് വളരെ വിശദമായിട്ട് പിന്നീട് പറയാം. അപ്പൊ ഞാൻ പറയുന്നത്, മുഹമ്മദ് നബിയുടെ കല്യാണങ്ങളെ നമ്മൾ വിമർശിക്കുന്നത് ഈ സാമൂഹികമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നതിന് ആധാരമായ മതനിയമങ്ങൾക്ക് തെളിവായി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത് മുഹമ്മദ് നബിയുടെ ആയിഷയെ കല്യാണം കഴിച്ച ഈ കല്യാണ കഥയാണ് എന്നുള്ളതാണ് മുഹമ്മദ് നബിയുടെ ആയിഷ കല്യാണത്തെ വിമർശിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട സാമൂഹികമായിട്ടുള്ള ഉദ്ദേശം. ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ ആ ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ ഈ വിമർശനം നാളിതുവരെ നടത്തിയിട്ടുള്ളൂ. മുഹമ്മദ് നബി എന്ത് ചെയ്താലും അത് മാതൃകയാണെന്നും മുഹമ്മദ് നബി ചെയ്തതൊക്കെ ശരിയാണെന്നും വാദിക്കേണ്ടി വരുന്നവർ മുഹമ്മദ് നബിയിൽ ഒരു മാതൃകയും ഇല്ല എന്ന് മാത്രമല്ല, മുഹമ്മദ് നബിയിലൂടെ മാതൃക എന്ന പേരിൽ എഴുതി വെച്ച മതനിയമങ്ങൾ കാരണം ലോകാവസാനം വരെയുള്ള മനുഷ്യർ പലരും, പല കുഞ്ഞുങ്ങളും, പിഞ്ചു കുഞ്ഞുങ്ങളും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും നമുക്ക് കാണാം. താലിബാന്റെ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും, ഈ അടുത്ത് ഇറാഖിൽ 9 വയസ്സായിട്ട് പെൺകുട്ടികളുടെ വിവാഹപ്രായം കുറച്ചു. അതിനൊക്കെ കാരണം ഇത് തന്നെയാണ്. ഇനി മുഹമ്മദ് മുസ്തഫ എന്താണ് വിവാഹപ്രായത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്?
അത് ഉസ്താദ് പറഞ്ഞത്, ചെറിയ ഉസ്താദ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ, ഉമ്മമാരുടെ, സഹോദരങ്ങളുടെ, ഉപ്പമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാം പറയുന്നത് വിവാഹത്തിന്റെ പ്രായമായാൽ, എപ്പോഴാണ് വിവാഹത്തിന്റെ പ്രായം? പ്രായപൂർത്തി ഒരു പ്രത്യേകമായ പ്രായ പരിധി വിശുദ്ധ ഇസ്ലാം ഇതിനെ നിശ്ചയിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഓരോരുത്തരുടെയും ശരീരത്തിന്റെ സ്വഭാവവും വികാരത്തിന്റെ അവസ്ഥയനുസരിച്ചും ഓരോരുത്തർക്കും വിവാഹം കഴിക്കുവാനാണ് പരിശുദ്ധ ഇസ്ലാം അങ്ങനെ ഒരു പ്രത്യേകമായ പരിധി വെക്കാതിരുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ എന്താണ്? ഓരോരുത്തരുടെയും വികാരം, ശരീരത്തിന്റെ അളവ്, പുഷ്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് കല്യാണം. ഇസ്ലാമിൽ വിവാഹപ്രായം എന്നൊന്നില്ല. വിവാഹപ്രായം എത്തിയാൽ എന്നൊരു വാക്ക് ഖുർആനിലുണ്ട് എന്നല്ലാതെ ആ വിവാഹപ്രായം ഏതാണ് എന്ന കാര്യത്തിൽ യാതൊരു ധാരണയുമില്ല. അങ്ങനെ ഒരു വിവാഹപ്രായവും ലിഖിതമായി എഴുതപ്പെട്ടിട്ടില്ല. പല ആളുകളും ആവർത്തിച്ച് പറയുന്നത് പ്രായപൂർത്തി എത്തണം എന്നാണ്. അതിന് സംരക്ഷണത്തിലുള്ള അനാഥ കുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞ ഒരു ആയത്തിന്റെ ഒരു വാല് മുറിച്ചെടുത്തിട്ട് തെളിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട് ശൈശവ വിവാഹത്തിന്റെ കാരണക്കാരൻ മുഹമ്മദാണ്. മുഹമ്മദ് ആയിഷയെ കല്യാണം കഴിച്ചത് ഇസ്ലാമിക ബാലവിവാഹത്തിനും ശൈശവ വിവാഹത്തിനും തെളിവായിട്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചതാണ്. ഇന്നും നമ്മുടെ ഇടയിലുള്ള കുട്ടികൾ ഇതുപോലെയുള്ള ദുരന്തത്തിന് പാത്രമാകുന്നതിന്റെ കാരണക്കാരൻ മുഹമ്മദാണ്. അതുകൊണ്ട് ഇതിൽ ഒന്നാം പ്രതി മുഹമ്മദാണ്. ആ ഒന്നാം പ്രതി മുഹമ്മദിന്റെ വാദഗതികൾ ഇപ്പോഴും നെഞ്ചേറ്റുന്ന ആളുകൾ എ പി അബൂബക്കർ മുസ്ലിയാർ മുതൽ ഇങ്ങോട്ട് ഈ ചെറിയ കുഞ്ഞു മൊയ്ലിയാവർ കുട്ടികൾ വരെ എല്ലാവരും ആ ഒരു ചിന്ത പിന്തുടരുന്നവരാണ്. സാധാരണഗതിയിൽ ഇസ്ലാം മത വിശ്വാസത്തിലുള്ള ആളുകൾ പലരും അതിലെന്താ കുഴപ്പം എന്ന് ആലോചിക്കുന്നവരാണ്. വിശ്വാസത്തിലായിരിക്കുമ്പോൾ ഞാനും ഇതേ ചിന്തയിൽ ഉണ്ടായിരുന്ന ആളാണ് എന്നുകൂടി പറയുന്നു. അപ്പൊ അതുകൊണ്ട് മതം എങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്നത്, മനുഷ്യരുടെ സാമൂഹികമായ സാമാന്യമായിട്ടുള്ള ഒരു ജീവിതത്തെ, സന്തോഷത്തെ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത്, സ്ത്രീകൾ ഏതർത്ഥത്തിലാണ് അടിച്ചമർത്തലിന് വിധേയമാകുന്നത് എന്നതിനൊക്കെ തെളിവായിട്ട് ഈ ഒരു സംഭവം കൂടി നിങ്ങൾക്ക് ചേർത്ത് വെക്കാവുന്നതാണ് എന്നാണ് ആ കാര്യങ്ങൾ പറയാനുള്ളത്.